ഹലോ, വെൽക്കം ടു പാറൂസ് പാൻട്രി. പാറൂസ് പാൻട്രിയിൽ ഇന്ന് ചീസി ഗാർലിക് ബ്രെഡാണ്. വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നറോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡാണ് ഇത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഇത് ഞാൻ 2 ടൈപ്പിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഓവനിൽ വെച്ചിട്ടും അതുപോലെ തന്നെ പാനിൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗാർലിക് ബ്രെഡിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 2 ടൈപ്പ് ബ്രെഡാണ് നമ്മൾ ഗാർലിക് ബ്രെഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഓവനിൽ വെക്കാനും ഇതിൽ പാനിൽ വെക്കാനും. ഈ ബ്രെഡ് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. ഞാൻ ആട്ട ഫ്ലോർ വെച്ചിട്ടുണ്ടാക്കിയ ബ്രെഡാണ്. അപ്പോൾ ഓവനിൽ വെക്കാൻ ഞാൻ ഇച്ചിരി കട്ടിയായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഈ കടയിലൊക്കെ ഗാർലിക് ബ്രെഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഡ്രൈ ഹാർഡായിട്ടുള്ളൊരു സ്റ്റിക്ക് ടൈപ്പ് ബ്രെഡിലാണ് നമുക്കത് കൂടുതലും കിട്ടാറുള്ളത്. അപ്പം ഞാൻ ഓവനിൽ വെക്കാൻ കുറച്ച് ഒരു കട്ടിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. പാനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇത് ഹോൾ വീറ്റ് ബ്രെഡാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾക്കാണെങ്കിലും എപ്പോഴും അവൈലബിൾ ആയിട്ട് എപ്പോഴും കിട്ടുന്ന ബ്രെഡാണ്. അപ്പോൾ പാനിൽ വെക്കാൻ ഞാൻ ഈ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മേളിൽ കോട്ട് ചെയ്യാനുള്ള ഒരു പേസ്റ്റ് ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ഗാർലിക്ക് ഒരു 7-8 അല്ലെങ്കിൽ ഇത്രയും, ഇതിപ്പോൾ വലുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തത് കേട്ടോ. ഇതെന്നിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ ക്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ചതയ്ക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് പ്രോസസ്സിനകത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യുക. എന്തായാലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് സൗകര്യം, കാരണം നമുക്ക് കോട്ട് ചെയ്യാനുള്ളതല്ലേ. അപ്പം ഇത് ഗാർലിക് എടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാനിപ്പോൾ ഒരു 50 ഗ്രാമിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു 30 ഗ്രാം, ഒരു 30 ഗ്രാമാണ് ഇതിനകത്തോട്ട് ഇടുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടർ, കാരണം നമുക്ക് മിക്സ് ചെയ്യാനുള്ളതല്ലേ. എന്നിട്ട് ഈ ബട്ടറും ഈ ഗാർലിക് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോ ബട്ടറും ഗാർലിക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാഴ്സ്ലി ലീഫാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാഴ്സ്ലിയാണ്. ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയാണ്ടർ ലീഫ് എടുത്താലും മതി, അത് പ്രശ്നമില്ല. പിന്നെ ഇതൊരു 1/2 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കൂടുതൽ ചേർക്കുന്നതിനാണ് ടേസ്റ്റ് കേട്ടോ. ഈ പാഴ്സ്ലി ലീഫ് എന്ന് പറയണത് കാണാനൊക്കെ ഏകദേശം പിന്നെ കൊറിയാണ്ടർ ലീഫിൻ്റെ അതേ ഒരു ലുക്കൊക്കെയാണ് കാണാനേ, പക്ഷേ ടേസ്റ്റ് കുറച്ചൊരു വ്യത്യാസമുണ്ട്. എന്നാലും നിങ്ങൾ ഈ ലീഫ് ഒഴിവാക്കണ്ട, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നൊരു കാര്യം, ഉപ്പ് ഒട്ടും ചേർക്കരുത് കേട്ടോ, കാരണം ബ്രെഡിലും ചീസിലും ഒക്കെ ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പം ഉപ്പിൻ്റെ അഡീഷണൽ ആവശ്യം വരുന്നില്ല. അതായത് ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത്, ഞാനിപ്പോൾ ചേർക്കുന്ന കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് നമുക്ക് വേറെ എരിവിന് നമ്മളൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പം ഇത് നിങ്ങൾ ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കുക. കുട്ടികൾക്കുള്ളതാണെങ്കിൽ ഇത് ഒഴിവാക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒറിഗാനോ ലീഫാണ്. ഇതും എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇപ്പോൾ കിട്ടും, കാരണം പിസ്സയ്ക്കൊക്കെ ചേർക്കുന്നൊരു ഡ്രൈ ലീഫാണിത്. ഇതൊരു നല്ല ഫ്ലേവർ നമുക്ക് ഈ ബ്രെഡിന് കിട്ടും. അപ്പം ഇത് നിങ്ങൾ എന്തായാലും ചേർക്കാൻ നോക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് പേസ്റ്റ്. ഇനി ഈ പേസ്റ്റ് നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ മേലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ആദ്യം ഓവനിൽ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. സോ ആ തിക്കായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ പേസ്റ്റ് ഈ ബ്രെഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാടങ്ങ് തിക്കായിട്ട് കൊടുക്കണ്ട, ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് കൊടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം മുഴുവൻ സ്പ്രെഡാക്കി കൊടുക്കണം, കാരണം ഇതിൻ്റെ മേളിൽ നമ്മൾ ചീസിൻ്റെ ചീസ് കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒരു ഒരു തിന്നായിട്ടൊരു കോട്ടിങ് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് ഒരു കോട്ടിങ് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ ചീസ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 സൈഡിലും ഇതുപോലെ, ഇതിപ്പോൾ ബാക്ക് സൈഡാണ്, ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് 2 സൈഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ മേളിലൊരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിലോട്ട് വെക്കുകയാണ്. അപ്പം ഇനി ഇതിൻ്റെ മേളിലാണ് നമ്മൾ ചീസ് വെക്കുന്നത്. അപ്പം ബാക്കിയുള്ളതുകൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് ചീസ് ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ ബാക്കിയുള്ള ഒരു 3 ബ്രെഡാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ എടുക്കുന്നത്. അപ്പം ഈ 3 ബ്രെഡിൽ ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ.
3 ബ്രെഡിൽ ഞാനിപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചീസ് നമുക്ക് ഫില്ല് ചെയ്യണം. ഞാനിവിടെ ചേദാർ ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് അത് ഇങ്ങനെ ഷ്രെഡ് ചെയ്താണ്, ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്താണ്. അപ്പം അത് നമുക്കിതിൻ്റെ മേളിലോട്ട് ഫില്ല് ചെയ്യും. ഈ ചീസ് എത്രമാത്രം ഫില്ല് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അധികം ചീസ് വേണ്ട അല്ലെങ്കിൽ അധികം ചീസ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചാൽ മതി. കുട്ടികൾക്കൊക്കെ എനിക്കൊന്നും നല്ല ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെയല്ല അവർക്ക് നല്ലതുമാണ്. അപ്പം അങ്ങനെയുള്ള ബ്രെഡിൽ നിങ്ങൾ നന്നായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. അതല്ല പിന്നെ ഫാറ്റൊക്കെ പേടിയുള്ളവർക്കാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും ഞാനിത് ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഫില്ല് ചെയ്തിട്ടുണ്ട്. 3 നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ ഞാൻ കുറച്ചുകൂടെ ഒരു ഇച്ചിരി ഒരിഗാനോയും കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് കൂടെ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വെക്കണം. 200 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഓവനിൽ വെച്ചിട്ട് ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകും. അത്രയും സമയം മതി കേട്ടോ. അപ്പം ഇതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് ബ്രൗൺ ആവുന്നവരെ. ഇനി നമുക്ക് പാനിൽ വെച്ച് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ തന്നെ തിൻ സ്ലൈസ് എടുത്തിട്ടുണ്ട്, ദാറ്റ് ഹോൾ വീറ്റ് ബ്രെഡ്. ഇനി ഇതിലേക്ക് നമ്മളുടെ സെയിം പേസ്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും ഇന്നർ പോർഷൻസ് ആണ്. ഇത് മടക്കാനുള്ള ഒന്നിന് മേളിലൊന്ന് വെക്കാനുള്ളതാണ്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സെയിം പ്രൊസീജിയറാണ്. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഇതിൻ്റെ മേളിൽ നമ്മൾ ചീസ് വയ്ക്കുന്നു. എന്നിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രൊസീജിയർ. എന്നിട്ട് അതിനകത്ത് ചെയ്ത പോലെ തന്നെ ഞാൻ ഇച്ചിരി ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം, ചീസൊക്കെ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ സൈഡിലൂടെ നമുക്ക് ആ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ചാൽ മതി. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായപ്പോഴത്തേക്ക് ഞാനൊരു ചെറിയൊരു ലൈറ്റായിട്ടൊരു ബട്ടർ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അതൊന്ന് ഡ്രൈ റോസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ആ പേസ്റ്റ് അപ്ലൈ ചെയ്ത സൈഡ് നമുക്ക് ടേൺ ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി ഈ സൈഡിലൂടെ നമുക്ക് കുറച്ചൊരു ആ പേസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ഗാർലിക് പേസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. കാരണം ചീസൊക്കെ അകത്തുള്ളതല്ലേ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം. കാരണം ഇത് പെട്ടെന്ന് റെഡിയാകും. അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പം നിങ്ങളത് ശരിയായി തോന്നുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ടേൺ ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. കറക്റ്റായിട്ടുണ്ട്, നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഒന്ന് ബ്രൗണാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പം ഇത് പെട്ടെന്ന് റെഡിയാകും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വെച്ചിട്ട് മാറി നിൽക്കേണ്ട, ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഇത് കുക്ക് ചെയ്തങ്ങ് എടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സൈഡൂടെ നമുക്ക് നോക്കാം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇപ്പം ഞാനത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഓവനിലുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, ബ്രെഡും ഒക്കെ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് എന്ന് വെച്ചാൽ ബ്രൗൺ കളറായിട്ടുണ്ട്. ആ ചീസൊക്കെ മെൽറ്റായി ചീസിൻ്റെ ടോപ്പിലും ചെറുതായിട്ടൊരു ബ്രൗണൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ. ഒരുപാടങ്ങ് റസ്ക് പോലല്ല, പക്ഷേ സൈഡൊക്കെ നല്ല ക്രിസ്പായിട്ട് ഈ ചീസൊക്കെ ഇങ്ങനെ നല്ലൊരു ക്രഞ്ചി ആയതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പാനിൽ വെച്ച് ബ്രെഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം കൂടുതലും എല്ലാവരും പാനിൽ ഈസി ആയതുകൊണ്ട് അതായിരിക്കും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അപ്പം അത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ട, അകത്ത് നല്ല ചീസൊക്കെ നല്ല കുക്ക്ഡായിട്ട് അതുമായിട്ട് സിങ്കായിട്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം ഗാർലിക് ബ്രെഡ് എന്ന് പറയണത് 2 രീതിയിലാണെങ്കിലും ഈസിയാണ് ചെയ്യാൻ. എസ്പെഷ്യലി പാനിൽ വെച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് പോലും വേണ്ട നമുക്കത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡാണിത്. നല്ലൊരു ഫ്ലേവറാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയുമായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.